3 മണിയോ? ഇതാരാ 3 മണിക്ക് അലാറം വെച്ചത്? 2 മണിക്കൂറുണ്ടല്ലോ. ഛേ, തൂക്കം പോയി. ആഹാ, ആനന്ദ് ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അത് ആ, എന്താണ് ആകെ ഒരു മാറ്റം? ഇങ്ങു വാ, ചെവിലി പറയാം. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ, കണ്ടാ പോലും തിരിച്ചറിയില്ല. ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ. അതെങ്ങനെയാ? രാത്രി 12 മണിക്കല്ലേ പറഞ്ഞത്, വെളുപ്പിന് 5 മണിക്ക് പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്. ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ, എപ്പോഴും വീട്ടിൽ തന്നെയാ. ഓ, അത് ശരി. എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ ഇവിടില്ല. അയ്യോ, പിന്നെ കച്ചവടത്തിന് പോയോ? അയ്യോ, അതല്ല, പുതിയ TV വാങ്ങാൻ പോയിരിക്കുക. എന്റെ കർത്താവേ, ഈ കോലം കണ്ടില്ലയോ? പണ്ട് എന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക്. എന്റെ ഗോപാലകൃഷ്ണ. ഹലോ ഹലോ, ഞാനിവിടെ ഈ ടിവിയിലെ പ്രോഗ്രാം ലെറ്റർ വന്നു. ഞാനല്ലേ ലെറ്റർ അയച്ചത്. കം. ഈ കുട്ടി ഇവിടുത്തെ പ്രൊഡ്യൂസർ ആയിരിക്കോ? അതെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. മേക്കപ്പ് വേണ്ടേ? അയ്യോ, മേക്കപ്പ് വേണ്ടേ? ഒരു തവണ മേക്കപ്പ് ചെയ്താ എനിക്ക് കോട്ടം ഇട്ടാ മതി. ഈ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ. ഷർട്ട് നന്നായിട്ടുണ്ടോ? ഓക്കേ, വേണ്ട, ഈ തൊപ്പി ഒന്ന് വെച്ചോട്ടോ. ജോക്കർ പോലെയുണ്ട്. രമ്യ തുടങ്ങാം. ശരി. എക്സ്ക്യൂസ് മീ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് വേണ്ടേ? വേണം. റെഡി, സ്റ്റാർട്ട് ക്യാമറ. റണ്ണിംഗ്. ഓക്കേ, മറിയാമ്മ പറഞ്ഞോട്ടോ, അടുത്ത കാലത്തൊന്നും ഓടി ശീലമില്ല. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആളെ ഓടിക്കുന്നത് പരിപാടി ഉഷാറാവാനാ. ഇതെന്തായി കാണിക്കുന്നേ? അല്ല, റണ്ണിങ് പറഞ്ഞു, ഓടാൻ പറഞ്ഞു. റണ്ണിംഗ് പറഞ്ഞ ക്യാമറയ്ക്കാ. അപ്പൊ ക്യാമറ ഓടി ഇങ്ങോട്ട് വരുമോ? അല്ല, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ശരി, തുടങ്ങാം. ഡീറ്റെയിൽസ് പറയണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ബ്രിഞ്ചാൽ ഗുൽഗുൽ ഗുലാബി. ഇതൊരു മുഗൾ, അഫ്ഗാൻ, ഹിന്ദുസ്ഥാനി, രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ്. നിങ്ങൾ എന്തിനാ എപ്പോഴെപ്പോഴും അങ്ങോട്ട് നോക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്ന് തോന്നുക. ഈ പരിപാടി മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് ഇവിടെ ഒന്ന് ക്യാമറ. ഇതാണോ നീ പറഞ്ഞ ആള്? അയ്യോ, അപ്പൊ അത് മുഴുവൻ പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ ലൈഫ് വെച്ച് പന്താടരുതെന്ന്? അതല്ല. ഓ, അപ്പൊ പറഞ്ഞില്ലല്ലേ? ഞാൻ പെട്ടെന്ന് ടെൻഷനായി. നിന്റെ ആളെ നീ തന്നെ വെച്ച് ഷൂട്ട് ചെയ്തോളൂ, ഞാൻ ഒഴിവായേക്കാം. മഞ്ജു, ഏയ്, എന്ത് പറ്റി? ഗോപാലകൃഷ്ണ, കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ മഞ്ജു ഛർദ്ദിച്ചു. അയ്യോ, ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട്. പൊട്ടം. ആ ഛർദ്ദിയല്ല. ഛർദ്ദി പലതരത്തിലുണ്ടോ? അയ്യോ, നമ്മുടെ മഞ്ജുന് വിളിച്ചു പറയട്ടെ. ഹലോ. ഹലോ സാർ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഫോൺ വെക്കണതാണ്. ഞാൻ മുഴുവനൊന്ന് പറഞ്ഞോട്ടെ.
സാറിന്റെ ഭാര്യ ഛർദിച്ചു. നീ വല്ല വൃത്തിയായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുത്തു കാണും. അയ്യോ അതൊന്നുമല്ല, സാറിനെ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. രണ്ടടേ. സാറപ്പഴ ദുബായിക്ക് പോണേ? ഉടനെ പോകത്തില്ലയോ? അവിടെ ഇപ്പൊ ചൂടാണോ? ഭയങ്കര ചൂടാ. അല്ല നിങ്ങളൊക്കെ എന്താ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഭക്ഷണം കഴിക്കൂ. സാറെന്താ വാടി ഒഴുകി പോലെ നിൽക്കുന്നത്? സീറട്ടാ സിഗരറ്റാന്ന് മനസ്സിലായി. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയല്ലേ? സന്തോഷിച്ചോട്ടെ, സന്തോഷിച്ചോട്ടെ. ഇനി ആരാ സന്തോഷിപ്പിക്കുന്നത്? മോനു കൺഗ്രാറ്റുലേഷൻ സർ. ജനിച്ചപ്പോഴേ കൊച്ചിന് അച്ഛന്റെ മുഖം. കീപ് ഇറ്റ് അപ്പ്. ചേച്ചി ഹാപ്പി അല്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടോ, അവിടെ കുറെ ആൾക്കാരെ ഡീൽ ചെയ്യാനുണ്ട്. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലയോ? കർത്താവ് ഇതെന്നാ കളിയാ? കൊച്ചവന്റെ ആന്നോ? Nonsense. താൻ ഇത്ര ചീപ്പാ? അവനെ പറ്റി താൻ അങ്ങനെ കരുതിയത്? നിങ്ങളൊക്കെ തല കുത്തി നിന്ന് ശ്രമിച്ചില്ല എന്റെ സ്വഭാവം മാറ്റാൻ, എന്നിട്ട് മാറിയോ? ഇപ്പൊ എന്റെ ഭാര്യയുടെ പ്രാർത്ഥന എന്താ അറിയോ? അടുത്ത ജന്മത്തിലെങ്കിലും ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ മകനായി ജനിക്കണേന്ന്. ആ തിരുപ്പതിയുടെ കാര്യം നോക്കുക. ഗോപാലകൃഷ്ണൻ കാരണമല്ലേ അയാൾക്ക് അല്പമെങ്കിലും മനുഷ്യക്കോലം കിട്ടിയത്? അല്ല ഞാൻ താൻ വേറെ ഒന്നും പറയണ്ട, ഞങ്ങൾക്കുള്ള പാർട്ടി ഏർപ്പാട് ചെയ്തോ. മാറ് മാറ് ചെറുക്കനെ ഞാനൊന്ന് കാണട്ടെ. ചായ ലേശം കൂടെ. ചായയോടെ അങ്ങനെ ശീലമൊന്നുമില്ല. ഇവനെ നിനക്ക് ഇഷ്ടായി എന്ന് പറഞ്ഞത്? ഞാനിപ്പോ വരാം. എന്റെ അമ്മയാ. നമസ്കാരം. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. ഒന്ന് എണീറ്റേ. എണീക്കാൻ. ഒന്ന് നടന്നേ. എന്താ? ഒന്ന് നടക്കണേയൊക്കെ. എന്താണ് നിന്റെ കാലില് മന്തുണ്ടാ? ഏയ് മന്തൊന്നുമില്ല, ഞാൻ ചാടി കാണിച്ചിരാം. ചാടണത് വേഗം നടക്കണ. മതി മതി മതി, ഇനി അവിടെ പോയിരുന്നോ. അപ്പൊ ചട്ടനും അല്ല പൊട്ടനും അല്ല. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. സാറിന്റെ അമ്മയ്ക്ക് കുഴപ്പമല്ലോ. അല്ല ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മോനൊന്നും വിചാരിക്കരുത്. ഇവന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ വന്ന തള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. അല്ല വളരെ പേഴ്സണലാ. ഒരു മിനിറ്റ് ഒന്ന്. ഗോപാലകൃഷ്ണന്റെ അച്ഛന്റെ സ്ഥാനം എനിക്ക്, അതുകൊണ്ട് അവന്റെ കല്യാണ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. അയ്യോ ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എന്റെ ഭാര്യയോടെ ശരീരം അധികം ഇളകരുതെന്നാ ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കണില്ല. തന്റെ ഭാര്യയോട് പറഞ്ഞ് അവളെ ഒന്ന് ഉപദേശിക്കാൻ പറയണം. ഗോപാലകൃഷ്ണന്റെ വിവാഹാഘോഷ കമ്മിറ്റി ചെയർമാൻ ആണെന്ന് പറഞ്ഞ ഈ ബഹളം. തനിക്ക് അവന്റെ അമ്മാവനാവാമെങ്കിൽ തന്റെ ഭാര്യ ചെയർമാൻ ആകുന്നതിൽ ഒരു തെറ്റുമില്ല.